കാക്കനാടുകാരനാണ്. ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും കൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. കാരണവന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. യാത്രയിലുണ്ടാകാവുന്ന ശാരീരിക അസ്വസ്ഥതകൾ മുന്നിൽ കണ്ടു മെഡിക്കൽ ഷോപ്പിൽ കയറി കുറച്ച് മരുന്നുകൾ വാങ്ങി. ഇത് ഞങ്ങളുടെ അളിയനാണ്. ബസ്സിലാണ് ഞങ്ങൾ ഷൊർണൂരിലേക്ക് പോകേണ്ടത്. അളിയൻ വൈറ്റില ഹബ്ബിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കാറിൽ കയറി. 5:30ക്കുള്ള കെ സ്വിഫ്റ്റിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് വൈറ്റില ഹബ്ബിലേക്ക് പുറപ്പെട്ടു. സമയമായിട്ടും ബസ് കാണാത്തതിനാൽ കണ്ടക്ടറുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് ബസ് ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളൂ എന്ന്. ഇനിയും ബസ് കാത്തിരുന്നാൽ ഞങ്ങളുടെ യാത്ര മുടങ്ങുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ മെട്രോ പിടിക്കാൻ തീരുമാനിച്ചു. ലക്ഷ്യം ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്നും 5:45 പുറപ്പെടുന്ന ട്രെയിൻ പിടിച്ചാലേ ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഷൊർണൂർ എത്താൻ സാധിക്കും. നിർഭാഗ്യവശാൽ മെട്രോയിൽ ബ്ലോക്കില്ല എന്നതൊഴിച്ചാൽ വേഗത വളരെ കുറവായിരുന്നു. ഞങ്ങൾ ആലുവയിൽ എത്തുമ്പോൾ തന്നെ ട്രെയിൻ അവിടം വിട്ടിരുന്നു. ഇതെല്ലാം ദീർഘവീക്ഷണത്തിൽ കണ്ട അളിയൻ ഞങ്ങൾ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തിയപ്പോൾ ബ്ലോക്കുകളെല്ലാം നിഷ്പ്രഭമാക്കി അവിടെ എത്തിയിരുന്നു. ചമ്മുന്ന മുഖമായി വീണ്ടും കാറിലേക്ക്. കാരണം ഞങ്ങളോട് ആദ്യമേ അളിയൻ പറഞ്ഞതാണ് ഷൊർണൂരിലേക്ക് ഡ്രോപ്പ് ചെയ്തു തരാമെന്ന്. ട്രെയിൻ വരുന്ന സമയവും ഞങ്ങൾ എത്തുന്ന സമയവും തമ്മിൽ 5 മിനിറ്റിന്റെ വ്യത്യാസമാണ് ഗൂഗിൾ മാമി കാണിക്കുന്നത്. അളിയന്റെ ഡ്രൈവിംഗ് സ്കില്ല് കൊണ്ട് ഞങ്ങൾ 20 മിനിറ്റ് മുമ്പേ എത്തിച്ചു. ഹബ്ബിൽ വെച്ച് കൊടുക്കാനിരുന്ന ഷെയ്ക്ക് ഹാൻഡും ഹഗ്ഗും കൊടുത്ത് അളിയനെ ഞങ്ങൾ യാത്രയാക്കി. തൊട്ടടുത്ത് കണ്ട ഹോട്ടലിൽ കയറി രാത്രി കഴിക്കാനുള്ള ഭക്ഷണവും പാർസൽ വാങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനകത്തേക്ക്. ഞങ്ങളുടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് മലപ്പുറത്തുള്ള അലിഫ് ഇന്ത്യ ടൂർ ആൻഡ് ട്രാവൽസ് ആണ്. ഞങ്ങളുടെ അമീറായ ഫാദിലി ഉസ്താദ് വാട്സപ്പിലൂടെ കൃത്യസമയത്ത് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ അയച്ചു തരുന്നുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം നമ്പർ, ബോഗി, സീറ്റ് നമ്പർ എന്നിവ എല്ലാം കൃത്യമായി ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യേണ്ട കുറച്ച് സഹയാത്രികരും അവിടെ ഉണ്ടായിരുന്നു. ഷൊർണൂർ വരെ എത്താൻ ഞങ്ങളെടുത്ത സാഹസികതകളെക്കുറിച്ച് അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനും എത്തി. ഇനി ഞങ്ങളുടെ യാത്ര ചെന്നൈയിലേക്കാണ്. അങ്ങനെ ട്രെയിനിൽ കയറി സീറ്റെല്ലാം ഉറപ്പുവരുത്തി അല്പനേരം കാഴ്ചയെല്ലാം കണ്ടു നിന്നതിന് ശേഷം അങ്ങനെ ഭക്ഷണം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. നേരത്തെ തന്നെ വാങ്ങി കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം ഞങ്ങൾ 4 പേരും കൂടി ട്രെയിനിലിരുന്ന് കഴിച്ചു. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ യാത്രയുടെ ക്ഷീണത്തിൽ ഉറക്കത്തിലേക്ക് ലയിച്ചു. അപ്പോഴും ട്രെയിൻ ചെന്നൈ MGR സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിവിധങ്ങളായ ദേശങ്ങൾ കടന്ന് കിഴക്കേ ചക്രവാളത്തിൽ സൂര്യനുദിച്ചതോടുകൂടി ഞങ്ങളുടെ ട്രെയിൻ ചെന്നൈ നഗരം തൊട്ടു. MGR സ്റ്റേഷൻ എത്താറായതോടുകൂടി അമീറിൻ്റെ നിർദ്ദേശങ്ങൾ വാട്സപ്പിലെത്തി. 2 ചായയെല്ലാം കുടിച്ച് ഞങ്ങൾ പതുക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികരെ കാണുന്നത്. ഇനി ഇന്നത്തെ പകൽ മുഴുവൻ ചെന്നൈ പട്ടണത്തിലാണ്. ചെന്നൈ പട്ടണത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.